ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2 മാസത്തോളമായി അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളായി ശ്രീലക്ഷ്മിനെയും കൊണ്ട് ആശുപത്രിയിൽ കൂടിയാണ് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒക്കെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാത്രി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അമ്മേൻ്റെ വീട്ടിലേക്ക് ആക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി അന്ന് അമ്മേനെ കണ്ടു. കഴിഞ്ഞ ഞായറാഴ്ച പോയി. പിന്നെ ഇന്നും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇന്ന് ഞങ്ങൾ പോയി വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അനിയൻ വീട്ടിൽ അന്നുണ്ടാക്കിയ പോലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ അമ്മേൻ്റെ വീട്ടിൽ ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് അവർ അമ്മായി വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ 3 പെങ്ങന്മാരും കൂടെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം, ഇവിടെ നിർത്താൻ പറ്റില്ല, ഇവിടെ എനിക്ക് വെച്ചുണ്ടാക്കി വിളമ്പി കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അമ്മായിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, അവനെന്താ വെച്ചാൽ ചെയ്തോട്ടെ. പക്ഷേ നമ്മൾ എന്തെങ്കിലും പറയാൻ നമുക്ക് എളുപ്പമുണ്ട്. കാരണം ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ അനുഭവിക്കാൻ. അപ്പോൾ അത് കാരണം ഞാൻ അമ്മായിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം ഒന്നും ഇപ്പോൾ അവന് ഉണ്ടാക്കി കൊടുക്കണ്ട, അവന് അവിടെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ട് അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായി പറഞ്ഞതെന്താ വെച്ചാൽ കുട്ടികൾക്ക് എഴുതാണ്ട് പഠിക്കാണ്ട്, അപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പം എന്താ വെച്ചാൽ അവൻ്റെ പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്ന് അവൻ കുറേ പ്രശ്നങ്ങൾ ഇവിടെ വീട്ടിലുണ്ടാക്കിയപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻറ്റ് മുഖാന്തരം. അപ്പോൾ അവരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ നമുക്കൊരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. ആരാണെങ്കിലും ഒക്കെ നമ്മൾ നേരം വെളുത്താൽ പണിക്ക് പോകുന്ന ആൾക്കാരാണ്. നമ്മളിങ്ങനെ പണിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കും തലയ്ക്ക് വിട്ടിട്ട് ഇങ്ങനെ മനസ്സിനിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അവനിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവനൊരു വീടിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള അവന് ഒന്നും അറിയണ്ട. കാരണം നമ്മൾ കുടുംബങ്ങളുള്ളവർക്കല്ല ഇപ്പോൾ വീടെന്താ കുടുംബം എന്താ അല്ലെങ്കിൽ ജീവിക്കണോ എന്തെങ്കിലും വേണോ അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. നമ്മൾ പണിക്ക് പോയാലേ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് പണിക്ക്